ഹലോ എവ്രി വൺ. എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്യോ. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? യെസ് ഓഡിബിൾ ആണ്. ഓക്കെ. എൻ്റെ പേര് ശ്യാം സുന്ദർ എന്നാണ്. ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തുന്നു. എനിക്ക് ഈ വിംബിൾഡൺ അക്കാദമിയുടെ ട്രെയിൻ ദി ട്രെയിനർ 9ാം ബാച്ചിലെ വിദ്യാർത്ഥിയായിട്ട് പഠിക്കാനാണ് അവസരം കിട്ടിയത്. അത് അപ്പോൾ അങ്ങനെ ഇപ്പം കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇനി വിംബിൾഡൺ അക്കാദമിയുടെ കീഴിൽ എല്ലാ തിങ്കളാഴ്ചയും 7 മുതൽ 8 മണി വരെ നടക്കുന്ന വെബിനാർ സീരീസിലാണ് ഇപ്പൊ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വെബിനാർ സീരീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ദി ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് ഇതിലെ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ ക്ലാസ് ഇത് പഠിക്കുന്നവർക്കും പിന്നെ പൊതുവായിട്ട് പബ്ലിക്കായിട്ട് നമുക്ക് ഒരു ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു അവസരം ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് 2ാമത്തെ വെബിനാറാണ്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അറിയാം, ഈ സംസാരിക്കാനുള്ള ശേഷി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 2 വയസ്സ് ഒക്കെ ആയിട്ട് വരെ ഒക്കെ എടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് എങ്ങനെ നന്നായിട്ട് സംസാരിക്കാം എന്നുള്ളത് നമ്മുടെ ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കലയാണ്. നമുക്ക് നന്നായിട്ട് സംസാരിക്കുന്നവരെ ലോകം മുഴുവനും ആരാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നവരെയാണ് എല്ലാ സ്ഥലത്തും നേതൃപദവികളിലേക്കും ഒക്കെ എത്തപ്പെടേണ്ടത്. ഇത് മാത്രമല്ല, നമ്മളിപ്പം ഈ ഇതില് നേതൃപദവി മാത്രമല്ല, ഒരു ഫാമിലി ലീഡ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു നന്നായിട്ട് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും, ഒരു സ്ഥാപനത്തിൽ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും, ഒരു മാനേജർ പോസ്റ്റിലേക്ക് എത്തണമെങ്കിലും ഒക്കത്തിനും ഈ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതില് നമുക്കിപ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ ആദ്യം സംസാരിക്കാനുള്ള കഴിവ് ലേശൊരു കുറഞ്ഞിരിക്കുന്ന സമയത്തിൽ നമുക്ക് എത്രയൊക്കെ തൊഴിലിൽ നമ്മൾ ശ്രമിച്ചാലും എത്ര നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് വെക്കുക എന്നുള്ളത് അതിനെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവിടെ പ്രകടിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു നാച്ചുറൽ ലീഡറായിട്ട് നമുക്ക് ഉയരാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഗത്ഭനായ ഒരു അവതാരകനെ സ്പീക്കറിനെ ഞാൻ ഈ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ഇന്നത്തെ സ്പീക്കർ മിസ്റ്റർ മുഹമ്മദ് അജ്മൽ സാഹിർ കെ ആണ്. അദ്ദേഹം നമ്മളുടെ കോഴ്സില് 8th ബാച്ചിലെ ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഈസ് എ വെൽ നോൺ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് ഹി ഈസ് എ CEO ഓഫ് മങ്ക് ഓഫ് മില്യൺസ് എന്ന കമ്പനിയുടെ CEO ആണ്. നമുക്ക് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത പരിപാടി നടത്താനായിട്ട് നമുക്ക് ഇതിലെ വിംബിൾഡൺ അക്കാദമിയുടെ CEO ആയിട്ടുള്ള ഫൈസൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Hello everyone. So thank you Sham sir for wonderful introduction. സോ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ വെബിനാർ സീരീസിലെ 2ാമത്തെ സെഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസന്റേഷനുകളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വെബിനാറുകളുമാണ് നമ്മളെ കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്യുക. വിശേഷിച്ചും നമുക്കറിയാം, ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ അധികം സ്കോപ്പുള്ള ഒരു മേഖലയാണ്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അതിലേക്ക് നമ്മൾ നിരന്തരമായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ
വെയിറ്റ് ചെയ്യുന്നതിനോ പിന്നേക്കാൾ അപ്പുറത്ത് നമ്മൾ സ്വന്തമായിട്ട് ഓപ്പർച്യൂണിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് വളരെയധികം നമുക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മറക്കരുത്. ആ രീതിയിലേക്ക് നമ്മളെ തന്നെ മോൾഡ് ചെയ്യുന്ന, നമ്മളെ ഷേപ്പ് ചെയ്യുന്ന, നമ്മളെ മറ്റൊരു പേഴ്സൺ ആയിട്ട് മാറ്റുന്ന, അല്ലെ, പലപ്പോഴും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ഭാഷകളും ഒക്കെ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ സാധ്യതകളും കൂടി വരുന്നു എന്നുള്ളതാണ്. സോ അനുദിനം നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ, പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് നമ്മുടെ അജ്മലിനെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് താങ്ക് യു എവരിവൺ. സോ അജ്മൽ, വെൽക്കം. താങ്ക് യു സർ. ആദ്യമായിട്ട് വിംബിൾ അക്കാഡമിയുടെ വെബിനാർ സീരീസിലേക്ക് ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു എവരിവൺ. ആൻഡ് ഇറ്റ്സ് മീ അജ്മൽ. എൻ്റെ പേര് അജ്മൽ എന്നാണ്. CEO ഓഫ് മങ്ക് ഓഫ് മില്യൺ, ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. അതുപോലെ തന്നെ കരുവാരകുണ്ട്, മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് സ്വദേശിയാണ് ഞാൻ. 2019 കാലഘട്ടങ്ങളിൽ PG ലാംഗ്വേജിൽ PG ചെയ്ത് ആഫ്റ്റർ ദി കോഴ്സ് ഞാൻ ഫറൂഖ് കോളേജിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ 1 വർഷത്തോളം ആഷിഫ് KP പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സാറുമാരുടെ പ്രൊഫസേഴ്സിന്റെ കീഴിൽ 1 വർഷത്തോളം ട്രെയിൻ ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ട്രെയിനർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനർ എന്നൊരു ആശയമൊക്കെ മനസ്സിൽ ഉദിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തെ ഒരു നല്ല രീതിയിൽ എന്നാലാവുന്ന രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റൊന്നുമില്ല. പിന്നെ നമ്മൾ എന്നോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊമോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എനർജൈസ് അറൌണ്ട് യു എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി ഫോർ ദ സെഷൻ? എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ സെഷനിലോട്ട് കിടക്കാം. നമുക്ക് അറിയാം, നമ്മളെല്ലാവരും ദൈനംദിന ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളും നമ്മൾ സന്തോഷം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആക്ച്വലി നമുക്ക് എല്ലാ ദിവസവും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയും? നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയും? അബ്സല്യൂട്ട്ലി നമുക്ക് പറ്റില്ല എന്നാണ് എല്ലാവരുടെയും ആൻസർ. മനുഷ്യനാണ് അവരുടേതായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ്. ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ ജോബിലായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ഫിനാൻഷ്യലി ആകട്ടെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്നാണല്ലോ പറയാം. ഒരു ആനിമൽ ആണ്. ഒരു ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ആനിമൽ ആണ് മനുഷ്യൻ, അല്ലെ? അപ്പൊ നമ്മൾ ഒരുപാട് ദൈനംദിന എല്ലാ ഡേയ്സിലും നമ്മൾ പലവിധ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നേരിടുന്ന ആളുകളാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരു സമാധാനം, എല്ലാ ദിവസവും സമാധാനം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് അതിന്റെ ഒരു അക്ഷരാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആകത്തുക നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ ദിവസവും നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ടൊന്നും ഇരിക്കാൻ കഴിയില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക, നമുക്ക് സന്തോഷിക്കാൻ അല്ലെങ്കിൽ സങ്കടപ്പെടുമ്പോഴും ഉള്ള അതിന്റെ ഒരു വേവ് ലെങ്ത് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ, അല്ലെ? നമ്മളൊക്കെ ദൈനംദിനങ്ങളിൽ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് ഇയാളെ പോലെ കായാൻ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. ഇപ്പോ എലൺ മസ്കിനൊക്കെ കുറിച്ച് പറയും. എലൺ മസ്ക് മറ്റുള്ളവർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എലൺ മസ്ക് പറയുന്നുണ്ട്. എലൺ മസ്കിനെ കുറിച്ച് പറയും, എലൺ മസ്കിന്റെ ഒക്കെ പോലെ ആയാൽ മതിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള റിച്ച്, ആ തരത്തിലുള്ളൊക്കെ പറയാറുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഒബ്വിയസ്ലി. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യായിരുന്നു, എന്നിട്ടും അവര് പറയും ഞാൻ ലക്കിയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക അവരുടെ ഒക്കെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ലക്ക് എന്നൊക്കെയാണ്. ഒബ്വിയസ്ലി അങ്ങനെയല്ല. നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോ അല്ലെങ്കിൽ നമ്മളൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയത്തും അവർ റെസ്റ്റ്ലെസ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്, അല്ലെ? അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ ലൈഫ്
വളരെ ഷോർട്ടാണ്. അത് മറ്റുള്ളവരുടെ ലൈഫ് ജീവിച്ചുകൊണ്ട് തീർക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിച്ച് തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആകെ തുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ PG പഠിക്കുന്ന സമയത്ത് ഞാൻ കരുവാരക്കുണ്ട് KTM അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കോളേജിലാണ് PG ചെയ്തത്. ആ സമയത്ത് കോളേജിന്റെ ചെയർമാൻ ഞാനായിരുന്നു. അതുകൊണ്ട് ആ എന്താ പറയാ, കോളേജിന്റെ എല്ലാ ഉന്നത അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോറിറ്റി എന്നുള്ളത്. ആ സമയത്താണ് ഞങ്ങൾ കോളേജിൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അവിടേക്ക് റിസർച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ PG വിദ്യാർത്ഥികൾക്ക് പിന്നെ PhD ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഭാഗമായിട്ട് UGCയുടെ ഒരു വിസിറ്റ് വരുന്നത്. അപ്പോൾ വിസിറ്റിന്റെ ഭാഗമായിട്ട് 1-2 പ്രൊഫസേഴ്സും VC-മാരൊക്കെ കോളേജിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരു സാർ ഉണ്ടായിരുന്നു അതിൽ, ആ കൂട്ടത്തില്. ആക്ച്വലി ഫുള്ള് വൈറ്റ് ആണ്, താടിയും മീശയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ ഒരു ഇടനാഴിയിലൂടെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജിലേക്ക് വന്ന് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതിന്റെ ഒരു കാര്യം എന്താണ്, ആക്ച്വലി അവര് ജസ്റ്റ് ഒന്ന് അറൈവ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അദ്ദേഹമൊക്കെ നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മില്ലിയനേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരെ കാണുമ്പോഴേക്കും നമുക്കൊരു എനർജി ഉണ്ട്. ഈവൻ നമ്മുടെ ഫൈസൽ സാർ നോക്കിയാൽ മതി. നമ്മളൊക്കെ ഫൈസൽ സാറിന്റെ അടുത്തേക്ക് വരുന്നതും ആക്ച്വലി ഈ ഒരു എനർജിയാണ്. ഫൈസൽ സാർക്ക് നമുക്ക് തന്നിട്ടുള്ളതും എനർജി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ഇത് സംഭവിക്കുന്നത് ഒരു മെഴുകുതിരിയിൽ നിന്ന് എത്ര മറ്റുള്ള മെഴുകുതിരിയിലേക്ക് കത്തിച്ചു കഴിഞ്ഞാലും ആ മെഴുകുതിരിയുടെ വെട്ടം ഒരിക്കലും കുറയുന്നില്ല. ആ മെഴുകുതിരി എത്ര പവർഫുൾ ആണോ അതിനനുസരിച്ച് അതിന്റെ വെട്ടം കൂടുതലായിട്ട് നിലനിൽക്കേ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അപ്പോ ഞാൻ ഈ ഒരു PhD-യുടെ ഭാഗമായിട്ട് വന്ന വിസിറ്റേഴ്സിനെ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ലൈഫ് എന്നൊക്കെ ഞാനിങ്ങനെ വിരൽ വെച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു സന്ദർഭം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മളൊക്കെ വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ടാവും അല്ലെ? APJ അബ്ദുൽ കലാം സാറിന്റെ ആണ് ആ പുസ്തകം. അതിൽ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നുള്ളത്. നമ്മളൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. പക്ഷെ അതിൽ അദ്ദേഹം വർണ്ണിച്ചു കൊണ്ടുവരുന്ന ഒരു ആളുണ്ട്. APJ അബ്ദുൽ കലാം സാറ് പറയുന്ന ഒരാളുണ്ട്. ആരാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിൽ അദ്ദേഹം ഭയങ്കര ഗൂസ് ബമ്പോട് കൂടിയിട്ട് പറയുന്ന ഒരു മനുഷ്യനുണ്ട് വിങ്സ് ഓഫ് ഫയറിൽ. നമ്മളൊക്കെ വായിച്ച ആളുകളാണ് വിങ്സ് ഓഫ് ഫയർ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൈക്കോണാക്കിയിട്ട് പറയാൻ കേട്ടില്ല. വിക്രം സാരാഭായിനെ കുറിച്ചാണ്. എക്സാക്ട്ലി ഇദ്ദേഹമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാരം മനുഷ്യനായിരുന്നു. അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് ചെയ്തു തന്നതിലേറെ എത്രയോ വലിയ കാര്യങ്ങളായിരിക്കും അദ്ദേഹം ചെയ്യാന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. ഒരു ഉദാഹരണം അദ്ദേഹത്തെ കുറിച്ച് പറയാം. വിക്രം സാരാഭായി ഒരു ഓർഗനൈസർ ആയിട്ടാണ് അദ്ദേഹം APJ അബ്ദുൽ കലാം സാർ പരിചയപ്പെടുന്നത്. നമ്മളെ ഫോമർ പ്രസിഡന്റ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഒരു ഓർഗനൈസർ ആയിട്ടാണ്. അതായത് ISROയുടെ എല്ലാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലും അദ്ദേഹം എത്തുക, അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഈ തരത്തിലാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കലാം സാർ. അപ്പോ കലാം സാറ് പറയുന്നുണ്ട് വിക്രം സാരാഭായ് സാർ അവിടെ വരുന്നു എന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന സമയം തന്നെ നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. അദ്ദേഹം ഇന്നാലിന്ന ഡേറ്റിന് ഇവിടെ അറൈവ് ചെയ്യും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ടാണ്. ആ ദിവസം ആ ദിവസം എന്തൊക്കെയാണോ ചെയ്യാൻ, ആ ദിവസം എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മനുഷ്യന് എത്രത്തോളം ആയിരിക്കും ഈ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന സാർ, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം എത്രയോ വലിയ മനുഷ്യനാണ്. അദ്ദേഹം പോലും ഇങ്ങനെ പുസ്തകം പഠിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എത്രയോ വലിയ മനുഷ്യനായിട്ടുണ്ടാവും അദ്ദേഹം അല്ലെ? നമുക്ക് ഗസ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും അദ്ദേഹം പറയുന്നുണ്ട് ഒരു പാർലമെന്റിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് APJ അബ്ദുൽ കലാം സാറ് അദ്ദേഹം തന്റെ ശരീരത്തിലേക്ക് നോക്കുന്നത്. ആക്ച്വലി അന്ന് വരേക്കും അദ്ദേഹം ഒരു മീറ്റിൽ പങ്കെടുത്തി അല്ലെങ്കിൽ ഒരു ലീഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റിൽ പങ്കെടുത്തിട്ടില്ല. സോ അന്ന് വരെയും പങ്കെടുക്കാത്ത ഒരു മനുഷ്യന് സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇല്ല, നല്ലൊരു ചെരുപ്പില്ല. അങ്ങനെ അദ്ദേഹം ഒരു ബോധേഡാവാണ് തന്നെ കുറിച്ച് തന്നെ. അങ്ങനെ ബോധേഡാവുന്ന സമയത്ത് സൊല്യൂഷൻ ഒരാളാണ്.
വിക്രം സാരാഭായ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാ. സാരാഭായോട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല, എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാരാഭായ് സാർ APJ അബ്ദുൽ കലാം സാറിന്. APJ അബ്ദുൽ കലാം സാർ തന്നെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ എത്രയായിരിക്കും ഈ വിക്രം സാരാഭായ് സാറ് അവരൊക്കെ എൻകറേജ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ കണ്ടപ്പോഴും ഞാൻ ഒരുപാട് വണ്ടടിച്ച് നിന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾക്ക് വണ്ടടിച്ച് നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പല ആളുകളുടെയും ലൈഫ് കണ്ടിട്ട് അല്ലെ, ഞാൻ പലവട്ടം പല ആളുകളെയും കണ്ട് അങ്ങനെ വണ്ടടിച്ച് നിന്നിട്ടുണ്ട് പല പ്രാവശ്യം, നമ്മൾ സേർമാരായിക്കോട്ടെ അങ്ങനെ. പക്ഷെ ഇതിന്റെ ഒക്കെ ആകെ തുക നമുക്കൊന്നും അവരാവാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യതാണ്. പിന്നെ നമുക്ക് ആവാൻ കഴിയുക നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണോ അത് കണ്ടെത്തി അതിനെ എത്രയൊക്കെ നമുക്ക് മിനിക്കാൻ പറ്റും, എത്രയൊക്കെ നമുക്ക് അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് ആക്ച്വലി ഇതിനോട് ചെയ്യാനുള്ളത്. സോ നമ്മളാവുക എന്നുള്ളതാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണോ അത് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആക്ച്വലി ചെയ്യാനുള്ളത്. സോ നമ്മളെ കണ്ടെത്തുന്നതിലൂടെ നമ്മൾ നമ്മളിലെ തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാണ്. ഒരു പ്രശസ്തമായ കൊട്ടേഷൻ ഉണ്ട്, ഇങ്ങനെയാണത്. നമ്മൾ ബട്ടർഫ്ലൈസിനെ നമ്മൾ ചേസ് ചെയ്ത്, നിങ്ങൾ നിങ്ങളുടെ സമയം ബട്ടർഫ്ലൈസിനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കരുത്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ശരീരം തന്നെ ഒരു പൂങ്കാവനമായിട്ട് സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ശരീരം പൂങ്കാവനമാക്കുന്നതോടുകൂടി ബട്ടർഫ്ലൈസ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ അട്രാക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ ബട്ടർഫ്ലൈസിനെ അങ്ങോട്ട് തേടി പോകേണ്ടതില്ല. ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു കൊട്ടേഷൻ കണ്ട സമയത്ത് ആക്ച്വലി ഞാൻ വിക്രം സാരാഭായി ഓർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവരെ കഥയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മനുഷ്യന് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ്. നമുക്കറിയാം നമ്മുടെ സാറൊക്കെ നമുക്ക് തരുന്നതും അത് തന്നെയാണെന്നാണ്. അപ്പോ നമ്മുടെ ശരീരത്തെ ഒരു ഗാർഡനായി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നത്. നമ്മൾ ഗാർഡനാക്കി മാറ്റുന്നതോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തുകയാണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർ യു അഗ്രി വിത്ത് മീ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നേ. മനുഷ്യന്മാര് ആക്ച്വലി 2 ടൈപ്പ് ആളുകളാണുള്ളത്. അതിനു മുമ്പ് നമ്മളെ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ തരത്തിൽ ഗാർഡൻ സെറ്റ് ചെയ്യാം, നമ്മുടെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താം എന്നാണ്. അതിനെ ആക്ച്വലി ഒരൊറ്റ ഇത് നിങ്ങൾക്ക് തരാനുള്ള ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. പ്രാക്ടീസ് മങ് മൈൻഡ്. ആദ്യം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ അത് ചെയ്താൽ മതി. പ്രാക്ടീസ് മങ് മൈൻഡ്. മങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സന്യാസി എന്നാണ് അല്ലെ. ഈ സന്യാസിമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിനും ഭൂമിയിലുള്ള ഒരു കാര്യത്തിനും അവരെ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മള് കഥകളാണെങ്കിൽ പോലും മിത്തോ ഫാക്റ്റോ ആവട്ടെ, നമ്മൾ കേട്ടിട്ടുണ്ട് സന്യാസിമാര് ഭജനം ഇരുന്നിട്ട് അവര് ഒരു മൺകൂന അല്ലെങ്കിൽ ചിതൽപുറ്റ് എന്ന് പറയുന്ന സംഗതിയുടെ ഉള്ളിലൊക്കെ ആയി പോയിട്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. മിത്തോ ഫാക്റ്റോ ആവട്ടെ. പക്ഷേ ഇതിന്റെ ഒരു മറുവശം അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം അവരെ മറ്റൊന്നും ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ആക്ച്വലി അവരെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നത് മനുഷ്യന് ബേസിക്കലി വേണ്ടതായിട്ടുള്ള ബ്രീത്തിങ് മാത്രമാണ് അവരെ ഡിസ്ട്രാക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അവര് ആംഗ്രി, സാഡ്നെസ്, ഹാപ്പിനെസ്, എല്ലാ കാര്യങ്ങളും അവർ മാറ്റിയിട്ട് ഒറ്റ ഡിറക്ഷനാണ് അവർക്കുള്ളത്. ഗോഡ് എന്നുള്ള ആ ഒരൊറ്റ ഡിറക്ഷനിലാണ് അവർ പോകുന്നത്. സോ നമ്മുടെ ഈ ശരീരം അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളും പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പ്രാക്ടീസ് മങ് മൈൻഡ്. ഈ പ്രാക്ടീസ് മങ് മൈൻഡ് അല്ലെങ്കിൽ മങ് മൈൻഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യലിനെ എത്തിക്കാൻ പറ്റും. നമ്മളാക്കുന്ന ഗാർഡനിലേക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെ നമ്മളാവാനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സോഴ്സ് പൊട്ടൻഷ്യൽ കണ്ടിട്ട് മറ്റുള്ളവരും അത് അനുകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതിലൂടെ മറ്റുള്ളവർക്ക് അവര് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പലവിധ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഓഡിബിൾ അല്ലേ?
ഓക്കെ. യെസ്. അപ്പോ രണ്ട് ടൈപ്പ് ആളുകളാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് മങ്കി മൈൻഡ് ഉള്ള ആളുകൾ, സെക്കൻഡ് വൺ മങ്ക് മൈൻഡ് ഉള്ള ആളുകൾ എന്നാണ്. മങ്കി മൈൻഡ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ചെയ്യുന്ന ആളുകളായിരിക്കും, സന്തോഷം ഉൾക്കൊള്ളുന്ന ആളുകളായിരിക്കും, ഭയങ്കരമായിട്ട് ഹാപ്പി തുള്ളി കളിക്കുന്ന ആളുകളായിരിക്കും. സാഡ്നെസ് ആണെങ്കിൽ അതിന്റെ അങ്ങേയറ്റം സാഡ്നെസ് ആവുന്ന ആളുകളുമായിരിക്കും. ഇപ്പോൾ ഒരു പാർട്ടിയിലൊക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഹാപ്പി ആയിട്ട് എല്ലാവരോടും ഭയങ്കര മിങ്കിളായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെ ഈ മങ്കി മൈൻഡുള്ള ആളുകൾ നേരെ ഓപ്പോസിറ്റ്, സാഡ്നെസ് ആണെങ്കിലും ആംഗ്രി ആണെന്നുണ്ടെങ്കിലും ഏത് ഇമോഷൻ ആണോ അത് നന്നായിട്ട് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും ഈ മങ്കി മൈൻഡുള്ള ആളുകൾ. പക്ഷേ ഈ ഒരു കാര്യം മങ്കി മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഡീഗ്രേഡ് ചെയ്യുന്ന പറയാം. നമ്മൾ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യും ഈ മങ്കി മൈൻഡുള്ള ആളുകൾ. അതർവൈസ് ഈ മങ്ക് മൈൻഡുള്ള ആളുകൾ എപ്പോഴും ഏതൊരു ഇമോഷനാണ് നമ്മൾക്ക് വരുന്നതെങ്കിലും അത് അവർ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യും. അവര് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, അവരെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് അവരെ കാണാൻ കഴിയില്ല. ഒരു ട്രബിൾ അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും താഴെ പോവില്ല. അവരുടെ കോൺഫിഡൻസ് ലെവലിന്റെ താഴേക്ക് അവരൊരിക്കലും പോവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് ഡീഗ്രേഡ് ചെയ്യാനോ ഡിമോട്ടിവേറ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. ഈ തരത്തിൽ മൈൻഡുള്ള ആളുകളെ നമ്മൾ എല്ലാ സമയത്തും വിജയിച്ച ആളുകളായിട്ടാണ് കാണുന്നത്. അവരുടെ ഒരു വീക്ക് പോയിന്റ് എന്താണെന്ന് നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയില്ല. മങ്കി മൈൻഡുള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവരെ എങ്ങനെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അവരെ കാണുമ്പോഴേ അല്ലെങ്കിൽ അവരോട് ഇടപഴകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മങ്കി മൈൻഡുള്ള ആളുകളെ നമുക്ക് ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് മങ്ക് മൈൻഡ് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ സെഷനിൽ ആലോചിക്കുന്നത്. അതിനു മുമ്പ് ഒരു കൊട്ടേഷൻ ഉണ്ട്. നിങ്ങളൊരു മാസ്റ്റർ ഓഫ് പേഷ്യൻ, നിങ്ങൾ ക്ഷമയുടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ തകർക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഒരു അമേരിക്കൻ ആക്ടറായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞതാണ്, നിങ്ങൾ ക്ഷമയുടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് എല്ലാത്തിൻ്റെയും മാസ്റ്റർ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു അർത്ഥവത്തായിട്ടുള്ള കൊട്ടേഷൻ ആണത്. നമ്മൾ പേഷ്യൻസിന്റെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ഒരാൾ നമ്മളോട് തർക്കിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പേഷ്യൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കാന്നൊക്കെ. അതൊക്കെ വേറെ ഒരു പാർട്ടായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് മനുഷ്യന്മാർ മറക്കുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനൊന്നും പോവില്ല എന്നുള്ളതാണ്. സോ നമ്മളെ ഇംപ്രൂവ് ചെയ്യാനേ അപ്പോഴൊക്കെ ശ്രദ്ധിക്കുള്ളൂ. നമ്മൾ ഒരിക്കലും മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യർ അവരെ എത്ര പെട്ടെന്നാണ് മറക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന് പോവില്ല എന്നുള്ള, ഇംപ്രസ് ചെയ്യാൻ പോവില്ല എന്നുള്ള. നമ്മളെപ്പോഴും നമ്മളിൽ ഫോക്കസ് ആയിരിക്കും, നമ്മളെ ഗോളിൽ നമ്മൾ ഫോക്കസ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഹൗ ടു ട്രെയിൻ മങ്ക് മൈൻഡ്, ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, മങ്ക് മൈൻഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഹെൽത്ത്. നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത്. ഈ ഹെൽത്ത് എങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും, എങ്ങനെ നമ്മൾ ഹെൽത്ത് കീപ്പ് ചെയ്യാം? അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഫുഡ്. നമ്മൾ ഏതൊക്കെ തരത്തില് ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഞാനത് ആക്ച്വലി ലിറ്ററലി ഞാനത് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഡെയിലി ലൈഫിൽ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതൊരു ടെസ്റ്റിലൂടെ ഒന്നും കണ്ടെത്തിയതൊന്നുമല്ല, എൻ്റെ ജീവിതാനുഭവമാണ് അതെന്നെ പഠിപ്പിച്ചാണ്. ആക്ച്വലി എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർഗാനിക് ആസിഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും സർക്കംസ്റ്റാൻസും ഒക്കെ ഞാൻ നേരിടേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്നുള്ളത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ നല്ല ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം. സോ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഹെൽത്താണ്.
ഈ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ് ഫ്രീ ആവുള്ളൂ. നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട്ലി നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല, നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മുടെ ഹെൽത്ത് ആണ് നമ്മുടെ വലിയ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഘടകം. അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഓക്കെ ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു ഫിറ്റ് ബോഡി, ഭയങ്കര ജിംനാസ്റ്റിക് ബോഡി അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുന്ന, നമ്മുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജാപ്പനീസ് ടെക്നിക്കിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഭക്ഷണം ഫുൾ ആവാന്നുള്ളതല്ല, നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കാന്നുള്ളത്. അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ദ നെക്സ്റ്റ് വൺ ഈസ്, അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ്. നമ്മുടെ ഹെൽത്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അടുത്തത് മെന്റൽ ഹെൽത്ത് ആണ്. നമ്മുടെ ഹെൽത്ത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മെന്റൽ ഹെൽത്ത് ക്ലിയർ ആവും. നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മെന്റൽ ഹെൽത്ത് ക്ലിയർ ആണെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ മെന്റലി ഉള്ള പവർ, മൈൻഡ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. മൈൻഡ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഭൂമിയിൽ ചെയ്യാവുന്നതും കാലങ്ങളായിട്ട് ഭൂമിയിലുള്ളതുമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് റീഡിങ്. നമ്മൾ അതിനെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ്. നമ്മളൊരു പുസ്തകം വായിക്കുന്നു, നമ്മളത് ജസ്റ്റ് വായിച്ചു, ഇതാണ് അതിന്റെ കോണ്ടന്റ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൽ സംസാരിക്കുന്ന വിഷയം, ഇതൊക്കെയാണ് ഓഥർ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇങ്ങനെയാണ് നമ്മളെ പുസ്തകത്തിന് കാണുന്നതെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അതർവൈസ് ഇഫ് യു ആർ തിങ്ക് അബൌട്ട് ദിസ് ബുക്ക്, നിങ്ങൾ ആ പുസ്തകത്തിന്റെ ഓരോ വരികളും എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ റീഡ് ചെയ്യാന്നതിൽ വേറെ ഒരു മരുന്നും ഇന്ന് ഈ ഭൂമിലോകത്തില്ല. പല ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ആളുകളും ഈ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയ കണ്ടന്റ് ഒന്നും ഇല്ല ക്രിയേറ്റ് ചെയ്യാന്, പുതിയ വീഡിയോ ചെയ്യാൻ കണ്ടന്റ് വേണ്ടി. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു പോവാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര വേർഡ്സ് ഉണ്ടോ, ആ ഓരോ വേർഡിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാനുണ്ടാവും എന്നുള്ളതാ ഒരു പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക്. സോ ദ സെക്കൻഡ് തിങ് ഈസ് മൈൻഡ് പവർ. മൈൻഡ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള സെക്കൻഡ് തിങ് കിട്ടി എന്നുള്ളതാണ്. തേർഡ് തിങ്, നിങ്ങൾ ബി പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് മൈൻഡ്, അതായത് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു, പക്ഷെ നമ്മൾ അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ അതർവൈസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മറ്റുള്ളവരോടുള്ള ഒരു സമീപനമൊന്നും മാറ്റിയില്ല. ഈഗോ, ആ തരത്തിലുള്ള ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ മാറ്റിയില്ല. ജലസ്, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റും നമ്മുടെ ലൈഫിൽ, ഡെയിലി ലൈഫിൽ ഉണ്ടാവില്ല. പകരം നമ്മൾ കണ്ടന്റ്മെന്റ് ഉള്ള ആളുകളാവുക. കണ്ടന്റ്മെന്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്. കണ്ടന്റ്മെന്റ് രണ്ട് തരത്തിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഉള്ള കണ്ടന്റ്മെന്റും ഉണ്ട്. ഒരാൾ കണ്ടന്റ്മെന്റിൽ എനിക്ക് ഇതൊക്കെ മതി, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടന്റ്മെന്റ് ആണെങ്കിൽ അത് നെഗറ്റീവാണ്. എനിക്ക് ഉള്ളത് ഞാനിപ്പോ ഹാപ്പിയാണ്, പക്ഷെ ഐ വിൽ ഇംപ്രൂവ് മൈ സെൽഫ്, ഞാൻ ഉള്ളതിൽ ഞാൻ ഇംപ്രൂവ് ചെയ്യും. ഈ തരത്തിലുള്ള കണ്ടന്റ്മെന്റ് ആണ് നമുക്ക് വേണ്ട കണ്ടന്റ്മെന്റ്. സോ നമ്മൾ ബി പോസിറ്റീവ് ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് കണ്ടന്റ്മെന്റ് ഉള്ള ആളുകളാവുക, പിന്നെ നമ്മൾ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാവുക എന്നുള്ളതാണ്. മറ്റുള്ള മനസ്സിന്റെ രോഗങ്ങളായിട്ടുള്ള ഈഗോ, ജലസ്, അഹങ്കാരം, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അതർവൈസ് പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നമ്മുടെ സെൽഫിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പാടെ ഒഴിവാക്കുക. സിവിൽ സർവീസ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഇത് ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഒരിക്കലും, അല്ലെങ്കിൽ ആഷിഫ് കെ പി സാറ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഫറൂഖ് കോളേജിന്റെ അക്കാഡമിക് ഹെഡാണ്. ഫറൂഖ് കോളേജിന്റെ അല്ല, PM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാഡമിക് ഹെഡാണ്. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നലകളിലാണ്. നിങ്ങളുടെ ഇന്നലകളും ഇന്നുമാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു മനുഷ്യനാവാൻ കഴിയില്ല. സോ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നലകളിലാണ്. ഇന്നലെ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് കാര്യം പുതിയതായിട്ട് ചെയ്തു, അതാണ് നിങ്ങൾ, അവിടെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉള്ളത്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെതായിട്ടുള്ള വഴികളിലൂടെ മാത്രമായിരുന്നു സിവിൽ സർവീസ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മാക്സിമം ഇപ്പോൾ PSC ആയിക്കോട്ടെ, അവിടെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നെഗറ്റീവ് മാർക്കിനെ അവോയ്ഡ് ചെയ്യാന്നുണ്ടായിരുന്നു.
മാർക്ക് ഗെയിൻ ചെയ്യാന്നതിനപ്പുറം എനിക്ക് അറിയാവുന്നത് മാത്രം ചെയ്തിട്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്തിട്ട് എൻ്റെ എൻ്റെ ഫോക്കൽ ലെങ്ത്, എൻ്റെ വിഷയം അങ്ങനെ അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. ആ തരത്തിലുള്ള മൈൻഡാണ് നമ്മൾ മൈൻഡ് പ്രാക്ടീസ് ചെയ്യാൻ ആയിട്ടുള്ള വേറൊരു ഘടകം. അറിയൂ ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. ആ ഓക്കെ. അപ്പോൾ നമ്മൾ 3 കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മൈൻഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള 3 കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്കൽ സ്ട്രെങ്ത്. നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ആദ്യം വേണ്ടത് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട, ഇതില് സയന്റിഫിക്കലി പറയുന്നത് ഓരോ DNA-യിലും അവരവർ കഴിക്കേണ്ടതായിട്ടുള്ള ഫുഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി അങ്ങനെ റിട്ടേൺ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓരോ മനുഷ്യനും കഴിക്കേണ്ടതായിട്ടുള്ള ഫുഡ് അവരുടെ DNA ബേസ് ചെയ്തിട്ടാണെന്ന് പറയാം. ഇപ്പോ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പല ആളുകളും ഉണ്ട്. നമ്മുടെ സുബിലാൽ സാറിനൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും, ഭയങ്കര ഇൻഫ്ലുവൻസർ ആണല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒക്കെ. അദ്ദേഹം ഒരു പ്രാവശ്യം ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട്. അപ്പൊ ഒരു ലാബിനൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇന്നാലിന്റെ ടെസ്റ്റ് ആണ് അതിന് ചെയ്യേണ്ടത്, ഇതിന്റെ കോസ്റ്റ് ഇങ്ങനെയാണ്. എറൗണ്ട് ഒരു 40,000 ഒക്കെയാണ് അന്ന് അതിന് കോസ്റ്റ് പറഞ്ഞത്. ആക്ച്വലി ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. എന്നാലും ഞാൻ എൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫിസിക്കൽ അനാട്ടമി എനിക്കറിയാം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കാര്യം ഞാൻ ആ സമയം കൊണ്ട് തന്നെ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി നമ്മുടെ ഈ ഫുഡ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫുഡ് ഈ തരത്തിലുള്ള ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൈൻഡ് പവർ ഗെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. സെക്കൻഡ് വൺ ഈസ് നമ്മുടെ മൈൻഡ് പവർ. തേർഡ് വൺ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മറ്റുള്ള മൈൻഡുകൾ, അതായത് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഈഗോ അടിപ്പിക്കുന്ന, നമ്മുടെ ജലസ്ലി ആയിരിക്കാൻ പ്രാപ്തരാക്കുന്ന ആ തരത്തിലുള്ള മൈൻഡുകളൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ള ഈ 3 കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മൈൻഡ് പ്രാക്ടീസ് ചെയ്യാനും ഇത് ശീലിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മൈൻഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. 3 കാര്യം നമ്മൾ സംസാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, ദ സെക്കൻഡ് വൺ ഈസ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, ദ തേർഡ് വൺ ഈസ് നമ്മുടെ മൈൻഡ് ആറ്റിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങളാണ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള 3 കാര്യങ്ങൾ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു പറയാൻ പോകുന്നത്, നമ്മൾ മൈൻഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പരാജയപ്പെടും. ആക്ച്വലി ഇക്കിഗായ് എന്ന് പറയുന്ന 2019 കാലഘട്ടങ്ങളിൽ കോവിഡിന്റെ സമയത്ത് ഭയങ്കര വ്യാപകമായിട്ട്, അല്ലെങ്കിൽ ഒരുപാടധികം വിറ്റ് പോയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. അതിലെ ഒരു 7 ടെക്നിക്ക് ഉണ്ട്. ആ 7 ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നതിലുപരി ജീവിതം തന്നെ അതിന്റെ പർപ്പസ് കണ്ടെത്തി നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ഇമോഷണൽ വേവ് ലെങ്തിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് കൈസൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ കൈസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ സ്മോൾ ഇംപ്രൂവ്മെന്റ്, 1% ഇംപ്രൂവ്മെന്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ നേരെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇന്നലെയാണ്. ഇന്നലെയുള്ള എന്നെയും ഇന്നുള്ള എന്നെയുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യേണ്ടത് മറ്റുള്ളവരുമായിട്ടല്ല. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലകളിലെ എന്നെ അല്ലെങ്കിൽ ഇന്നലകളിലെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇന്ന് ഞാൻ 1% ഇംപ്രൂവ്മെന്റ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നു, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദ സെക്കൻഡ് വൺ ഈസ് ഇക്കിഗായ് എന്നാണ്. ഇക്കിഗായ് എന്ന പുസ്തകത്തിന്റെ പേര് തന്നെ ഇക്കിഗായ് എന്നാണ്. നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കാനുള്ള, ഇക്കിഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കാനുള്ള കാരണം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. നമ്മൾ എന്തിനുവേണ്ടി ജീവിച്ചിരിക്കുന്നു? ആക്ച്വലി നമ്മളിത് മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് എന്ന് നമുക്ക് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കേട്ട സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇക്കിഗായ്. നമ്മൾ ജീവിച്ചിരിക്കാനുള്ള റീസൺ അത് നമ്മൾ കണ്ടെത്തണം. ജീവിച്ചിരിക്കാനുള്ള റീസൺ എന്താ? ജീവിച്ചിരിക്കാനുള്ള റീസൺ ആക്ച്വലി അതിന്റെ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ആൻസർ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്?
നമുക്ക് ഫാമിലി ഉണ്ട്, നമ്മൾ സോഷ്യൽ കമ്മിറ്റഡ് ആണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ആളുകളും പല വിധ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ട്രെയിനർ ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഞാൻ. ആ തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യണം, ആ തരത്തിലുള്ള ആളുകളുമായിട്ട് സംവദിക്കണം, ഈ തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ആണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പോ ഈ തരത്തിൽ ആയിരിക്കും എല്ലാ ആളുകളും ഉണ്ടാവുക. എല്ലാ ആളുകൾക്കും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഇക്കിഗായി നമ്മൾ കണ്ടെത്തുന്നതിലൂടെ നമ്മൾ നമ്മുടെ അബ്സല്യൂട്ട്ലി നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് നമ്മൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിച്ചിരിക്കാനുള്ള റീസൺ നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ദ തേർഡ് വൺ ഈസ് വാബി സാബി. നമ്മൾ ഒരു കാര്യം വാബി സാബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഞാനത് പെർഫെക്റ്റ് ആയി ചെയ്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ അത് തുടങ്ങുള്ളൂ. ഒരു പെർഫെക്റ്റ് ടൈം, ഒരു പെർഫെക്റ്റ് സിറ്റുവേഷൻ ഇത് നമ്മൾ ഒരിക്കലും കാണരുത്. ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പാടില്ല. ടുഡേ ഈസ് പെർഫെക്റ്റ് ടുഡേ, പെർഫെക്റ്റ് ടൈം. ഇന്നാണ് നമ്മുടെ പെർഫെക്റ്റ് സമയം, ഈ നിമിഷമാണ് നമ്മുടെ പെർഫെക്റ്റ് ടൈം. ഇന്ന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം ചെയ്യാൻ വേണ്ടി, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ പെർഫെക്റ്റ് ടൈം. നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിയും, അതിന് ഏത് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും, അതാണ് നമ്മുടെ പെർഫെക്റ്റ് ടൈം. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇന്ന് നമുക്ക് അതിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ ഇംപെർഫെക്ഷൻലി ബ്യൂട്ടിഫൈ കാണാന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയം നമുക്ക് ഒരിക്കലും എത്തില്ല. സോ പെർഫെക്ഷൻ പകരം ഇംപെർഫെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ബ്യൂട്ടിഫൈ കാണാം. ദ ഫോർത്ത് വൺ, ബിഗിനർ മൈൻഡ് സെറ്റ്. നമ്മൾ ഏതൊരു കാര്യത്തിനെയും അപ്രോച്ച് ചെയ്യുമ്പോൾ, ഏതൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മൾ ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടി വേണം, ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടി ആയിരിക്കണം നമ്മൾ ആ കാര്യത്തെ നോക്കിക്കാണേണ്ടത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഉപകാരം, നമ്മുടെ മൈൻഡ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും ഈ സമയത്ത്. നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇത് ഞാൻ ഒന്ന് പരിചയപ്പെട്ടതാണ്, ഈ തരത്തിലാണ് നമ്മൾ ആ കാര്യത്തെ നോക്കിക്കാണുന്നതെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട്ലി അതിൽ പരിപൂർണമായിട്ടും ഫോക്കസ്ഡ് ആവില്ല എന്നുള്ളത്. സോ നമ്മൾ ഒരു ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഈ കാര്യത്തെ, ഏതൊരു കാര്യമാവട്ടെ, നമ്മുടെ ഗോള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആയിരിക്കും. സോ നമ്മൾ ഒരു ബിഗിനർ മൈൻഡ് സെറ്റ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഗ്യാൻബാരു. ഗ്യാൻബാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അർത്ഥമുള്ള ഒരു വാക്കാണ്, ഡൂയിങ് യുവർ ബെസ്റ്റ് എന്ന. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആക്ച്വലി 2022-23 കാലഘട്ടങ്ങളിൽ ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാൻബാരു GANBARU. ഓക്കെ. അപ്പോ ഇങ്ങനെ ടീച്ചറായി വായിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സർ USSന്റെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, എനിക്ക് എത്താൻ കഴിയോ അല്ലെങ്കിൽ അത് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അപ്പോ ഈ ടെൻഷൻ കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ടെൻഷൻ കാരണം എനിക്ക് ചിലപ്പോ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കുട്ടിക്ക് ഞാൻ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിന്റെ മാക്സിമം ഡു യുവർ ബെസ്റ്റ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അതിനു വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്നാലിനതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, സോ വിജയം എനിക്ക് സുനിശ്ചിതമാണ്. ഇന്നാലിനത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്
ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, PSC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അബ്സല്യൂട്ട്ലി ഒരു സിലബസ് ഉണ്ട്. നമ്മൾ അത് ഫുള്ളി നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. പിന്നെയൊക്കെ കിടക്കുന്നത് ഡെസ്റ്റിനി, ഗോഡ്, ആ തരത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്താണ് അതിന് ചെയ്യാനുള്ളത്? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഇസ് ദ ഫാക്ട്. സോ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ക്യാൻ ഐ ഡു? നമുക്ക് എന്താണ് അതുകൊണ്ട് ചെയ്യാൻ, എന്താണ് നമുക്ക് നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കഴിയുക? അത് മാക്സിമം ചെയ്യാം. ഈ മാക്സിമം ചെയ്തു എന്നതിൽ നമ്മൾ സമാശ്വസിക്കുക, നമ്മൾ സന്തോഷം കണ്ടെത്തുക. സോ യു ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഇതാണ് ഞാൻ ആ വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷീ ഡിഡ് ഇറ്റ്. അവൾക്കത് ലഭിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വേർഡാണ് എന്നെ അതിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചെയ്യേണ്ടത് ക്യാൻ ബാരോ ഡൂയിങ് യുവർ ബെസ്റ്റ്. നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ 6th one is ഷിറിൻ യോക്കു എന്ന്, ആർട്ട് ഓഫ് ഫോറസ്റ്റ് ബാത്ത്. ഷിറിൻ യോക്കു ജാപ്പനീസ് വേർഡാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും ആക്ച്വലി കറക്റ്റ് ആവണമെന്നില്ല. സോ ഇതിന്റെ ഒരു മീനിങ് ദ ഫോറസ്റ്റ് ബാത്ത്സ് എന്നാണ്. ആക്ച്വലി ഫോറസ്റ്റ് ബാത്ത് എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിന്റെ ഒരു മീനിങ്, ഇതിന്റെ ഒരു അർത്ഥതലം, നമ്മൾ ഈ നാച്ചുർ വാക്ക്, നമ്മൾ എത്രയൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള നാച്ചുറുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നേടിയെടുക്കാനും കഴിയും എന്നുള്ളതാണ്. ദ 6th one is ദ ഫോറസ്റ്റ് ബാത്ത്, ആർട്ട് ഓഫ് ഫോറസ്റ്റ് ബാത്ത്. അപ്പോൾ നമ്മൾ നാച്ചുറുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഇക്കിഗായ് എന്നുള്ള പുസ്തകത്തിൽ മെജോറിറ്റി പറഞ്ഞിട്ടുള്ളതും ഈ ജാപ്പനീസുകാരുടെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടമായ ജാപ്പനീസുകാരുടെ ഭക്ഷണ കാര്യമാണ്. അവര് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് 100 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലും ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ചില തിങ്സ്, അതാണ് ഇക്കിഗായ് എന്നുള്ള പുസ്തകത്തിൽ കാര്യമായിട്ടും പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് വണ്, ദ 7th one is എന്ന് പറയുന്നത്, അവരും പറയുന്നത് ഹരഹച്ചി ബു എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് നോട്ട് ഫുള്ള്. നമ്മൾ ഈ ഹരഹച്ചിബു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിപ്പ് നിർത്തണമെന്നാണ്, അല്ലാതെ നമ്മുടെ ആവശ്യം ഫുള്ളാവുന്ന സമയത്ത് എന്നാൽ. സോ സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്താം. ഏകദേശം ഇങ്ങനെ പറയും, 80-20 റൂൾ എന്നൊക്കെ ഇതിന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത്, നമ്മൾ വിശപ്പ് തീർന്നു അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഭക്ഷണം നിർത്തുക. അതാണ് ഇവര് മെയിനായിട്ട് ജാപ്പനീസ് ടെക്നിക്കില് മെയിനായിട്ട് ഇക്കിഗായ് എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണത്, ഹരാച്ചിബു, ഫുഡ് എന്നുള്ളത്. ഈ 7 കാര്യങ്ങളാണ് ഇക്കിഗായ് എന്നുള്ള ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 7 കാര്യങ്ങൾ. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു മങ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യാം. മങ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് എടുത്ത് പറഞ്ഞത്. ഒന്ന് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഈ ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ വരുന്ന സെയിം കാര്യം തന്നെയാണ് ഇക്കിഗായ് എന്നുള്ള ഈ പുസ്തകത്തിലും പരാമർശിച്ചിട്ടുള്ള 7th പോയിന്റ്. നമ്മുടെ ഫുഡ് റിലേറ്റഡ് ആണ്. നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ആ പ്രവണത, ആ ഒരു തോട്ട് നിൽക്കുന്ന സമയത്ത്, വിശപ്പ് മാറി എന്ന് തോന്നുന്ന സമയത്ത് നിർത്തുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണല്ലോ, അതും ഇതും റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ദ സെക്കൻഡ് വണ് മെന്റൽ ഹെൽത്ത് ആണ്. മൈൻഡ് പവർ ആണ് ഒരു മനുഷ്യനാക്കുന്നത്. നമുക്കറിയാം വേൾഡിൽ എല്ലാ ആളുകളും, മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ ആളുകളും, അല്ലാത്ത ജീവികൾക്കും ബ്രെയിൻ ഉണ്ട്. മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ബ്രെയിനാണ്. ഈ ബ്രെയിനിൽ നിന്ന് തന്നെ മനുഷ്യന്റെ ബ്രെയിന് തന്നെ പല ആളുകളെയും പല ടൈപ്പ് ആക്കുന്നുണ്ട്. ചില ആളുകൾ 1% ഉള്ള ആളുകളുണ്ട്. എലൻ മസ്ക്, സ്റ്റീവ് ജോബ്സ്, ആമസോണിന്റെ ആ തരത്തിലുള്ള ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ 1% മാത്രം അങ്ങനെ ആ ഒരു ഹൈ ലെവൽ ഉള്ള ഒരാളുകളായിട്ട് മാറുന്നത്? അത് അവരുടെ മൈൻഡ് പവർ ആണ്. നമ്മൾ ഈ മൈൻഡ് പവറിൽ പറഞ്ഞു പുസ്തകം റീഡ് ചെയ്യാന്ന്.
എലൺ മസ്ക് ഈ അടുത്തൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വന്നു പോകുന്ന സമയത്താണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയൊരു പുസ്തകവുമായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ഈ പുസ്തകം വായിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, അവരൊക്കെ ജീവിതത്തിന്റെ ഒരു പർപ്പസ് കണ്ടെത്തി എന്നൊരു ഉദ്ദേശം ഒന്നുമില്ല. പക്ഷെ പുസ്തകം വായിക്കുന്ന എല്ലാ ആളുകളും ഇങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഇല്ലെങ്കിലും പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ളത്. അപ്പോ സെക്കൻഡ് തിങ്, നമ്മുടെ മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് സെക്കൻഡ് തിങ് നമ്മൾ പറഞ്ഞു നമ്മുടെ മെന്റൽ ഹെൽത്ത്. ആൻഡ് തേർഡ് തിങ് ബി പോസിറ്റീവ്. നമ്മുടെ മറ്റുള്ള ഇഗ്നോർ ചെയ്യേണ്ട പല ചിന്തകളും ഉണ്ട്. ഈഗോ, ജലസ്, അഹങ്കാരം, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം അതൊരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അച്ചീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കൊട്ടേഷൻ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഒരു റിച്ച് ആവുക എന്നാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എങ്കിൽ നമ്മൾ ഒരിക്കലും റിച്ച് ആവില്ല. ആക്ച്വലി ഈ ഇക്കിഗായ് എന്നും ഇതും റിലേറ്റഡ് ആയിട്ട് പോകും. നമുക്ക് ജീവിതത്തിന് ഒരു പർപ്പസ് വേണം. അതൊരിക്കലും റിച്ച് ആവുക എന്നുള്ളതാവരുത്. നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാവാം. ആ തരത്തിലുള്ള എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോ തേർഡ് വൺ, ബി പോസിറ്റീവ്. നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ ബോഡി സ്ട്രെങ്തിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ് ഈഗോ പോലെയുള്ള ഭയങ്കരമായ രോഗങ്ങൾ. അത് ഭയങ്കരമായിട്ട് നമ്മളെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഈ മൂന്നാമത്തെ ഘട്ടങ്ങളിൽ പീസ്ഫുൾ ആയിട്ടുള്ള, ബി പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് നിങ്ങൾ എത്തിച്ചേരുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പുസ്തകം, ഈ ഇക്കിഗായ് എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 7 കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നതിലൂടെ നമ്മൾ എന്തായാലും ആ തരത്തിലുള്ള ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ടാവും. നമ്മുടെ ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളത് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ആളായിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദി സെഷൻ. വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മറുപടി സർ ഓക്കെ. മങ്കി ഓക്കെ, മൈൻഡ്, പറഞ്ഞോ. മങ് മൈൻഡ്, മങ്കി മൈൻഡ്, അതെ. മങ് മൈൻഡ്, ഇങ്ങനെ 2 മൈൻഡ് അല്ലേ? അതില് അതെ. മങ്കി മൈൻഡ് എന്ന് പറഞ്ഞാല് എക്സ്പ്രസ് ഇമോഷൻസ് ആണ് അതെ. സാർ. അതെ. അതാണെന്നല്ലേ പറഞ്ഞേ? എക്സ്പ്രസ് ഇമോഷൻ എന്നല്ല, അതായത് ഒരു പരിധിക്കപ്പുറം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, സാഡ്നസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പരിധിക്കപ്പുറം എക്സ്പ്രസ് ചെയ്യരുത് എന്നുള്ളതാണ്. അതെ. ഇമോഷൻസ് അത് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എക്സ്പ്രസ് ചെയ്യണല്ലോ, എങ്ങനെ നമ്മൾ കാണിക്കണം എന്നല്ലേ പറയാ? ഒരു പരിധി വരെ ഇമോഷൻസ് കാണിക്കണം എന്നല്ലേ പറയാ? അതെ. ലവ് ആണെങ്കിലും പിന്നെ കുട്ടികളോടുള്ളതായാലും എല്ലാം. അതെ. അത് ടോട്ടലി മങ്കി മൈൻഡ് അവോയ്ഡ് ചെയ്യണം എന്നല്ലല്ലോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരിക്കലല്ല. കാര്യം നമ്മള് ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയി ജീവിക്കുമ്പോൾ, നമ്മൾ സോഷ്യൽ റിലേറ്റഡ് ആയി ജീവിക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം. നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മാറി നിന്ന് കഴിയില്ലല്ലോ നമുക്ക്. നമ്മുടെ കുട്ടികളോട് നമ്മൾ ഒരിക്കലും ആ തരത്തില് ഫുള്ളി നമ്മുടെ ഒരു ന്യൂട്രൽ മൈൻഡിൽ പോയി കഴിഞ്ഞാൽ അവരും ഒരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി അയാൾക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട്. കൂടുതൽ മങ്കാവാനും പറ്റില്ല. ഇല്ല. നമ്മൾ സോഷ്യൽ ആനിമൽ അല്ലേ, നമുക്ക് നിൽക്കാൻ പറ്റൂ. എങ്ങനെ ബാലൻസ് ചെയ്ത് ഇതിന്റെ രണ്ടിന്റെ മീഡിയത്തിലല്ലേ ആവാൻ പറ്റൂ? അപ്പല്ലേ നല്ലൊരു വ്യക്തിയാവുള്ളൂ. എക്സാക്ട്ലി. അതാണ് ചർച്ച ചെയ്തത്. അതെ. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആ വേവ് ലെങ്ത്തിന്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യേണ്ട സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. നമ്മുടെ കുട്ടികള്, നമ്മുടെ വൈഫ്, നമ്മുടെ ഭർത്താവ്, അവർക്ക് കൊടുക്കേണ്ടത് അതിന്റെ ഒരു അർത്ഥവത്തായ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ചും ഈ ഒരു ജനറേഷൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. നെക്സ്റ്റ്, ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിസ്ലൈക്ക്, അഭിപ്രായങ്ങൾ, അങ്ങനെ സജഷൻസ്? 7 ടെക്നിക്സ് ഒന്നുകൂടെ പറയാമോ? ജസ്റ്റ് ഹലോ സാർ, കേൾക്കാമോ? പറഞ്ഞോളൂ, കേൾക്കുന്നില്ല? 7 ടെക്നിക്സ് ഒന്ന് റീക്യാപ്പ് ചെയ്യാമോ? 7 ടെക്നിക്സ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഏതാണ്? ഇക്കിഗായുടെ 7 ടെക്നിക്സ് ഒന്ന് റീക്യാപ്പ് ചെയ്യുമോ?
ഓക്കെ ഓക്കെ. അത് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് കൈസൻ എന്നാണ്, KAIZEN. ഈ ആക്ച്വലി ഇതൊരു ജാപ്പനീസ് വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അതാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോ എന്നും ഡൗട്ട് ഉണ്ട്, നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ടതായിരിക്കുന്നു. ആക്ച്വലി അതിന്റെ മീനിങ് മേക്ക് സ്മാൾ ഇംപ്രൂവ്മെന്റ് എവറി ഡേ എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് കൈസൻ, അതിന്റെ മീനിങ് മേക്ക് എ സ്മാൾ ഇംപ്രൂവ്മെന്റ് എവറി ഡേ. നമ്മൾ സൂചിപ്പിച്ചു ഇന്നലെയുള്ള നമ്മളിൽ നിന്ന് ഇന്നുള്ള നമ്മളിലേക്ക് എന്താണ് ഇന്ന് നമ്മൾ പുതുതായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്തത്. ഇപ്പോ പിഷാരടി ഒരു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മൾ 9 മണിക്ക് എണീക്കുന്ന ഒരാള് നാളെ മുതൽ ഞാൻ 6 മണിക്ക് എണീക്കാൻ തീരുമാനിച്ചു. നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. 9 മണിക്ക് എണീക്കുന്ന ആള് നാളെ 8:30ക്ക് എണീക്കണം. 8:30ക്കും കഴിയുന്നില്ല എങ്കിൽ 8:45, അപ്പോഴും കഴിയുന്നില്ല 8:55 എണീറ്റ് അടുത്ത ദിവസമാണ് പിന്നെ നമ്മൾ 8:50 എണീക്കേണ്ടത്. അങ്ങനെ 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 സ്മോൾ ഇംപ്രൂവ്മെന്റ്, 1% ഇംപ്രൂവ്മെന്റ് എന്ന് പറയാം കൈസൻ. സ്മോൾ ഇംപ്രൂവ്മെന്റ് എവറി ഡേ. ആൻഡ് സെക്കൻഡ് തിങ് ആണ് ഇക്കിഗായ്. നമ്മളിവിടെ ജീവിച്ചിരിക്കാനുള്ള ഒരു കാരണം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കണ്ടെത്തുക. നമ്മളിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാരണം, നമുക്ക് എന്ത് ചെയ്യാനാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹം, അത് നമ്മൾ കണ്ടെത്തുക. ഇതിനാണ് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇപ്പോ ഒരു കൊട്ടേഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു പുതിയ ടെക്നിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓൾഡ് ബുക്ക് എടുത്ത് വായിച്ചു, നമുക്ക് കിട്ടും. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുസ്തകം, ജസ്റ്റ് ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ മതി, നമുക്ക് ഇക്കിഗായ് കിട്ടും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണം, നമ്മുടെ മൈൻഡ് നമ്മൾ അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ വാബി സാബി, അത് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്താതിരിക്കുക. അതായത് പെർഫെക്ഷൻ നമ്മൾ ഒരിക്കലും മുന്നിൽ കാണരുത്. എല്ലാ കാര്യത്തിലും നമുക്ക് ഇംപെർഫെക്ഷൻ കാണാൻ കഴിയും. എല്ലാ കാര്യത്തിലും നമുക്ക് ഇംപെർഫെക്ഷൻ കാണാൻ കഴിയും. ഇപ്പൊ ഈവൻ എലൺ മസ്ക് ട്വിറ്റർ മേടിച്ച സമയത്ത് എന്താണ് ഇയാൾ കാണിക്കുന്നതെന്ന് ചോദിച്ച പല ആളുകളും ഉണ്ട്. എന്നാൽ അദ്ദേഹം ഒരു ദിവസം ഇത്ര ഡോളർ ചെലവാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലമുറയും അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയും കഴിഞ്ഞു പോകാനുള്ള തുക അയാളെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ എല്ലാ കാര്യത്തിലും ഇംപെർഫെക്ഷൻ ഉണ്ട്. നമ്മൾ ആ ഇംപെർഫെക്ഷനിൽ ബ്യൂട്ടി കാണുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്താണോ ഇന്ന് ചെയ്യാൻ കഴിയാം അത് ചെയ്യാം. വാബി സാബി. ആൻഡ് ദ ഫോർത്ത് വൺ ഷോഷിൻ, SHOSHIN എന്നാണ് അതിന്റെ ഒരു രൂപം. അത് നമ്മൾ ഓരോ കാര്യവും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് ഒരു ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടിയിട്ട്, നമുക്ക് ഇത് എനിക്കറിയില്ല, അബ്സല്യൂട്ട്ലി നമ്മളൊരു കാര്യം പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇതെനിക്ക് അറിയത്തില്ല, അബ്സല്യൂട്ട്ലി നമ്മളൊരു ഫ്രീ മൈൻഡാണ്, എൻ്റെ മൈൻഡിൽ ഒന്നുമില്ല, അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് അത് പരിപൂർണമായിട്ടും കേൾക്കാനും അല്ലെങ്കിൽ കാണാനും അത് നമുക്ക് മൈൻഡ് കേൾക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടി കാണാം. ഷോഷ്യൻ, ഫോർത്ത് വൺ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഗ്യാൻ ബാരു, ഡൂയിങ് യുവർ ബെസ്റ്റ്. ഗ്യാൻ ബാരു, GANBARU, ഗ്യാൻ ബാരു, ഡൂയിങ് യുവർ ബെസ്റ്റ്. നമ്മളാലാവുന്നത് ചെയ്യാം. എന്താണ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയാം, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ സിക്സ്ത് വൺ ഷിറിൻ യോക്കു, ആർട്ട് ഓഫ് ഫോറസ്റ്റ് ബാത്ത്. നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇടപഴകുക എന്നുള്ളതാണ്. അതിപ്പോ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഇടപഴകാൻ നമുക്ക് സ്ഥിരമായിട്ടൊരു വഴിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവുന്ന ഇപ്പൊ ടെറസിന്റെ മുകളിലോ എവിടെയാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഗാർഡൻ ചെറുതായിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ അവരുമായിട്ട് സംവദിക്കാലോ. ഈ തരത്തിലുള്ള കാര്യങ്ങളും ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ദ സെവൻത് വൺ ഹര ഹച്ചിബു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് ഫുഡ് നിർത്തിയിട്ട് ഫുള്ളാവുന്ന ആ ഒരു സമയം കാത്തിരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് ഭക്ഷണം കഴിപ്പ് നിർത്താം. എന്റെ വിശപ്പ് മാറിയിട്ട് എന്തെന്ന് തോന്നുമ്പോൾ അത് നിർത്തുക എന്നുള്ളതാണ്. ഇതാണ് ഇക്കിഗായുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള 7 കാര്യങ്ങൾ. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഇക്കിഗ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പുസ്തകത്തിന് ആ പേരും വെച്ചിട്ടുള്ളത്. നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളത്. ഇനി അതർ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. Thank you, sir. വാട്ട് ഡിഡ് യു? ഓക്കെ, നെക്സ്റ്റ്. അത് ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു എവരി വൺ. ഞാൻ മൈക്ക് സാറിന് കൈമാറാണ്. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു അജ്മൽ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു.
സോ എനർജൈസ് അറൌണ്ട് യു എന്നുള്ള ഒരു സെഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ചുറ്റുപാടുകളെ നമ്മൾ എനർജി പിന്നെ വരുത്തേണ്ട ആളുകളാണ്. നമുക്ക് സ്വന്തത്തിലും ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മൾ നിലനിൽക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും, നമ്മൾ വീട്ടിലാകാം, വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു എനർജി ഉണ്ടാകണം, വീട്ടിലൊരു എനർജി ഉണ്ടാകണം. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത്, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, ടീച്ചർ ആണെങ്കിൽ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഒരു എനർജി ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ എവിടേക്കാണോ പോകുന്നത്, നമ്മളുടെ വാക്കുകൾ, അതായത് നമ്മുടെ വായ തുറക്കുമ്പോൾ എനർജി ഉണ്ടാകണം. അതായത് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എനർജി ഉണ്ടാകണം. ഒരു കാരണവശാലും നമ്മുടെ വാക്കുകൾ കേട്ട് അവർ തളരരുത്, അവർക്ക് എനർജി ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ പ്രസൻസ്, നമ്മുടെ ആക്ടിവിറ്റികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചുറ്റും എനർജി രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു മഹത്തരമായിട്ടുള്ള കാര്യം. ആ രീതിയിലേക്ക് നമുക്ക് പരിവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സക്കീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കാം. ഹലോ, കേൾക്കാമോ? യെസ്. ഗുഡ് ഈവനിങ് ഓൾ. നമസ്കാരം. എൻ്റെ പേര് സക്കീർ. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് തിരുനാവായ സ്വദേശിയാണ്. സിവിൽ എഞ്ചിനീയറാണ് ചെയ്യുന്ന ജോലി. ഫൈസൽ സാറ് ട്രെയിൻ കോഴ്സിലെ പിന്നെ 10ാമത് ബാച്ചിലെ പഠിതാവാണ്. വിൻബിൾ അക്കാദമി എല്ലാ തിങ്കളാഴ്ചയും 7 മണി മുതൽ 8 മണി വരെ പിന്നെ ഒരു വെബിനാർ സീരീസ് സംഘടിപ്പിക്കാറുണ്ട്. അതിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. പിന്നെ ഈ വെബിനാർ സീരീസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ഫൈസൽ സാറെ കീഴിലുള്ള വിൻബിൾ അക്കാദമി ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയ ആളുകളാണ് ഇതിൽ ട്രെയിനർമാരായിട്ട് പങ്കെടുക്കുന്നത്. ഇപ്പം ഇന്ന് വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരുപാട് വായിക്കാൻ ആഗ്രഹിച്ചൊരു ബുക്കായിരുന്നു ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്ക്. അപ്പൊ വായിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ സാറെ ക്ലാസ്സിൽ നിന്ന് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. പിന്നെ എന്താ പറയാ, ഒരുപാട് കൂടുതലായിട്ട് പറയണില്ല, ഒരുപാട് സാറ് പറഞ്ഞുകൊണ്ട് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഒരുപാട് ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു നല്ല ക്ലാസ്സിൽ. പിന്നെ ഇന്നത്തെ ക്ലാസ് മനോഹരമാക്കിയ അജ്മൽ സാറിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച ഈ വിഷയത്തിൽ മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ട്രെയിനർ ഈ വിഷയം അവതരിപ്പിക്കും. അപ്പൊ അടുത്ത തിങ്കളാഴ്ച എല്ലാവരും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു ഓൾ.